ഫാമേഴ്സ് ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ തക്കാളി ഇന്ന് വിളവെടുപ്പാണ്. എൻ്റെ തക്കാളി കൃഷി ഇതാ നന്നായി പഴുത്തിട്ടുണ്ട്. കുറേ കായ്കളൊക്കെ പഴുത്തു, കുറേ കായ്കളൊക്കെ പഴുക്കാതെ ഉണ്ട്. അപ്പോൾ പഴുത്ത കായ്കളൊക്കെ ഞാനിന്ന് വിളവെടുക്കാനേ. ഇതുണ്ടോ നന്നായി പഴുത്തത്, ഇതിലൊക്കെ നിറച്ചും കായ്കളുണ്ട്, കുറേ പഴുക്കാനുണ്ട്. ഇതൊക്കെ നമ്മളെ ശ്രീലക്ഷ്മി ഗാർഡൻസിൽ നിന്ന് വാങ്ങിച്ച തൈകളാണ്. മട്ടന്നൂർ ചോലത്തോടുള്ള ശ്രീലക്ഷ്മി ഗാർഡൻസിൽ നിന്ന് വാങ്ങിച്ച തൈകളാണ്. ഇതിപ്പോൾ പറിച്ചെടുക്കാനേ. പഴുത്തതൊക്കെ ഇതാ. നല്ല നാടൻ തക്കാളി, വെട്ടിത്തക്കാളി എന്നൊക്കെ പറയുന്ന പോലെ നല്ല പുളിയുള്ള തക്കാളി. ഇത് പുളിയുള്ള ഇനം തക്കാളിയാണിത്. നല്ല കായ്കൾ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ കാലാവസ്ഥ ഭയങ്കര ചൂട് കൂടുതലാണെങ്കിൽ പോലും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ചൂട് കൂടുതലാണ്. നല്ല അടിപൊളി തക്കാളി. ഇത് പാകമായത് മാത്രമേ ഞാൻ പറിച്ചെടുക്കുന്നുള്ളൂ. ഇതൊക്കെ ബാക്കിയൊന്നും പറിച്ചെടുക്കുന്നില്ല. ഒക്കെ ജൈവ വളങ്ങൾ മാത്രം കൊടുത്ത് ഉണ്ടാക്കിയ തക്കാളിയാണ്. നല്ല മുഴുത്ത നല്ല കായ്കൾ കണ്ട, കായ്കളെ വലിപ്പം കണ്ട. നല്ല അത് മാത്രമല്ല, ഇത് നല്ല പുളിപ്പുള്ള തക്കാളിയാണ്. ഇപ്പം ഞാൻ പഴുത്തത് മാത്രം പറിച്ചെടുക്കാമെന്ന്. തക്കാളി രസം ഉണ്ടാക്കാനൊക്കെ ഈ തക്കാളിയാണ് ഉപയോഗിക്കേണ്ടത്. നല്ല പുളിപ്പ് കിട്ടും. അത് മാത്രമല്ല നല്ലോണം ഇതിൽ മാംസം കൂടിയ തക്കാളി, നിറച്ചും ഇതിൽ മാംസം ഉണ്ടാവും. സാധാരണ തക്കാളി പോലെ കുറച്ച് മാത്രമല്ല ഉണ്ടാവുക. അപ്പോൾ കണ്ടോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് തക്കാളിയെ പറ്റി തന്നെ. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും കടന്നു വരിക.